ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നൊരു എക്സാം ഡേ ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ കണ്ണുപോലും തുറക്കാൻ പറ്റാണ്ട് ഞാൻ എണീറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ചു. ഇന്നപ്പം മേജറാണ് കേട്ടോ എക്സാം. ഏതാണ്ട് കുറേ വരയ്ക്കാനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി പഠിച്ച് പോയി. അങ്ങനെ ഈ റൂമിലൊന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല രസം, ഇങ്ങനെ സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ചിട്ട് ആ കർട്ടൻ ആ ബ്ലൈൻഡ്സിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നല്ല രസം. അങ്ങനെ ഞാൻ പോയിട്ട് റെഡിയായി. ഇതെൻ്റെ ഒരു വർഷമായിട്ടോ ഞാൻ ഈ ചുരിദാർ തന്നെ ഇടാൻ തുടങ്ങിയിട്ട്. ഞാൻ തയ്പ്പിച്ചതാണേ. അങ്ങനെ ഇവിടെ ഒരു ചേച്ചീനെ കൊണ്ട് തയ്പ്പിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല സുഖമാട്ടോ ഇടാൻ. കോട്ടൺ മെറ്റീരിയലാണ്. അങ്ങനെ രാവിലെ ഒരു പകുതി ബണ്ണ് മാത്രം കഴിച്ചിട്ടാണ് ഞാൻ പോണത്. ഓടിപ്പിടച്ചിട്ട് പോണേ. ലേറ്റായി. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ കിട്ടിയ സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വിൻഡോ സൈഡിലൊക്കെ മാറിയിരുന്നു കേട്ടോ. അപ്പുറത്ത് അവർ ജനലടച്ചിട്ടിട്ട് എനിക്ക് ആകുമ്പോഴത്തെ ശ്വാസം മുട്ടുന്നു, തലവേദന എടുക്കണം, എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് മാറിയിരുന്നു സീറ്റ് കിട്ടിയപ്പോൾ. അങ്ങനെ കോളേജിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണതിൻ്റെ അപ്പുറത്ത് എൻ്റെ സ്കൂളാട്ടോ. ഞാൻ പഠിച്ച സ്കൂളാണ് അപ്പുറത്ത് കാണുന്നത്. അതാണ് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ജെട്ടിയിൽ ഇറങ്ങിയിട്ട് വീണ്ടും നടന്നു. അങ്ങനെ കോളേജിലോട്ട് പോണ വഴിയാട്ടോ ഇത്. അങ്ങനെ കോളേജ് എത്തി. അങ്ങോട്ട് ഞാൻ എക്സാം ഹാളിൽ കയറി. അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോരുവാണേ. അങ്ങനെ കാട്ടൻ വെയിലോട്ടാ ഗൈസ്. എന്തൊരു വെയിലാണെന്നറിയോ. എൻ്റെ പൊന്നെ, തല പൊളിഞ്ഞ് പോകും. പക്ഷെ എനിക്കിപ്പോൾ ഇരുന്നിരുന്ന് ശീലമായതുകൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബസ്സിലിരിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. പുറത്തോട്ട് ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്കൊരു ഇത്തിരി നടക്കാനുണ്ട്. അതിൻ്റെ കോലമാണ് ഗൈസ് ഈ കാണുന്നത്. ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം.